ഹലോ ഫ്രണ്ട്സ്, CR മീഡിയ ടെക്കിൻ്റെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ 10 പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഗാർണിഷ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അതേ ചേരുവ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാം. പ്രിസർവേറ്റീവ്സ്, എസൻസോ ഒന്നും വേണ്ട. വളരെ ദം ടേസ്റ്റ് തന്നെ, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ റൈസും 2 കിലോ ചിക്കനും വേണ്ടിയിട്ടുള്ളതാണ്. ഓയിൽ, ഓനിയനും ഗാർലിക്, ജിഞ്ചർ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ലെമൺ, ഇത്രയും സാധനമാണ്. പിന്നെ അത് നമുക്ക് ഇതിലേക്ക് സ്പൈസി ആയിട്ട് വേണ്ടത് കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല, ടർമറിക്, പെപ്പറും കറി ലീവ്സും സാൾട്ടും, ഇത്രയും സാധനം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്കിപ്പോൾ ഞാൻ സവോള അരിഞ്ഞു വെച്ചു. മറ്റേ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമുക്ക് ചതച്ചെടുക്കണം. മല്ലിയിലയും പുതിനയിലയും ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് പുതിനയില അരച്ചെടുക്കണം, മല്ലിയില അരിഞ്ഞെടുക്കണം, തക്കാളി അരിഞ്ഞെടുക്കണം. പിന്നെ പച്ചമുളകും ചെറുനാരങ്ങയുണ്ട്, അത് പച്ചമുളക് നമുക്ക് അരച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മളിത് ചതച്ചും അരിഞ്ഞും പേസ്റ്റാക്കി. ഇപ്പോൾ അതിൽ പുതിനയില അരച്ചെടുക്കണം, പിന്നെ പച്ചമുളക് ചതച്ചെടുക്കണം, മറ്റതെല്ലാം അരിഞ്ഞെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചിക്കനൊന്ന് ഞാനിത് അവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം നമ്മുടെ കുക്കിങ്ങിന്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട്, ഒരുപാട് ഉപ്പ് വേണ്ട, കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കതിന് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം, സവോളയൊക്കെ ചേർന്ന്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്ന് മറിച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് നമ്മുടെ പിടിക്കുക. ഇനി ഇത് മാറ്റി വെച്ച് നമുക്കൊരു നല്ല ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 75 ഗ്രാം ഓയിൽ ഒഴിച്ചിട്ട്, കുക്കിംഗ് ഓയിൽ, അത് വെളിച്ചെണ്ണയാണെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, നമ്മളിപ്പോൾ ഏതാണ്ട് 3/4 കിലോ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പരുവത്തിൽ നമുക്ക് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമുക്ക് മറ്റ് ചേരുവകൾ ചേർക്കേണ്ടത്. ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിടുക. അത് സവോള ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടും. അപ്പോൾ സവോള ചട്ടിയുടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ആ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആക്കിയിട്ട്, ഇത് മൊരിയരുത്, ഇതൊന്ന് ജസ്റ്റ് ഒരു ഹാഫ് കുക്കിന് മുകളിൽ കിട്ടി വെള്ളം ഒന്ന് മരിഞ്ഞ് കിട്ടിയാൽ മതി. ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അതെ, ഇതേപോലെ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ എണ്ണ നമ്മൾ വളരെ ലോയിലൊക്കെ കുറച്ചെടുക്കും. ഇപ്പം ഇവിടെ ഇട്ട് ഞാനിപ്പോൾ പുതിന നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചു, പുതിന അത് അതിലിട്ട് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളിട്ട്, കൊറിയാണ്ടർ ലീഫ് ഞാനിട്ടു, അതിട്ടു. പിന്നെ നമുക്ക് ചേർത്തിളക്കാം. ഇനി പച്ചമുളക് അരച്ച് ചേർത്തത്, അത് ഏതാണ്ട് മൂത്തൊന്ന് നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചത്, ഈ തക്കാളി അരിഞ്ഞു വെച്ചത് ഇടുന്നതോട് കൂടിയിട്ട് നമ്മുടെ ചട്ടിയുടെ അടിഭാഗത്തു നിന്നെല്ലാം വിട്ടുപോരും. അപ്പോൾ നമ്മുടെ ഗ്രേവി അതിലേക്ക് തന്നെ അത് ഓട്ടോമാറ്റിക് വരും. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നിന്ന് മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇത് മാറ്റി വയ്ക്കാതെ കുക്ക് ചെയ്താൽ പിന്നെ അത് മൊത്തം അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ അതേ ചട്ടിയിൽ തന്നെ, കഴുകൊന്നും വേണ്ട, അതേപോലെ തന്നെ അതിലിട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാണല്ലോ. അപ്പോൾ അതിൽ തന്നെ വെള്ളമുണ്ട്, വെള്ളമൊന്നും ഒഴിക്കേണ്ട. തുറന്ന് വെച്ചാലും അടച്ചു വെച്ചാലും അതിൽ നിന്ന് വെള്ളം വരും. അങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതേപോലെ കിട്ടും. ഇതുപോലെ വരുമ്പോൾ നമ്മളതിൽ മല്ലിപ്പൊടി നമ്മളൊരു 1.5 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്തോളൂ. അപ്പോൾ അതിൽ ചിക്കനിലുള്ള വെള്ളമാണ്, അഡീഷണൽ ഒരു വെള്ളം ചേർക്കേണ്ട. ഇനി നിങ്ങൾക്ക് കണ്ട എടുത്തെടുത്ത് മല്ലിപ്പൊടി ഇട്ടു. ഇനി ഗരം മസാല അതുകൊണ്ട് ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കും. അതിന് ശേഷം നമ്മുടെ ഗ്രേവി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഒരു 10 മിനിറ്റ് അതിൽ കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള
ചിക്കൻ ഗ്രേവി ദം ഗ്രേവി ആയിട്ടത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി റൈസ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് 1.5 കിലോ റൈസ് അത് കഴുകി വാല വെക്കണം. നമുക്ക് 1.5 കിലോ റൈസ്, അതിലേക്ക് ഓയിൽ, ഈ പെപ്പറും ഓണിയനും കാട്ടമും ക്ലാവും ഒക്കെ വേണം. അപ്പോൾ ഇത് കഴുകി വാല വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇതിലിപ്പോൾ 1.5 കിലോ റൈസ് വെക്കാൻ ഏതാണ്ട് ഒരു 7 ലിറ്ററിൻ്റെ കുക്കർ ഉണ്ടായാൽ നമുക്ക് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ ഈ ചെയ്യുന്ന റൈസ് ദം റൈസിൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ട് നമ്മൾ കുക്കറിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഒരു 100 ഗ്രാം ഓയിൽ. നമുക്ക് നെയ്യും കുറച്ച് ഡാൽഡ വേണ്ടവർക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റിന് വേണ്ടി ചെയ്യണം. ഡാൽഡ കുറച്ച് ഉപയോഗിച്ചാൽ നെയ്യ് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായി. ഇനി ഈ സ്പൈസസ് ഇത്ര എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ട് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് തന്നെ ഒരു പിടി സവോള അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ റൈസിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൽ വെക്കുമ്പോൾ തന്നെ ദം റൈസിൻ്റെ രുചി കിട്ടും. ഇനി നമ്മൾ ഒരു നുള്ള് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും നല്ല ഗ്രേവി ടേസ്റ്റ്. ഇതൊന്നും നമുക്ക് റൈസ് പൊന്തി വരുമ്പോൾ ഇതൊന്നും കാണില്ല. വെന്ത് വരുമ്പോൾ ഇതൊക്കെ അതിനകത്ത് തന്നെ ലയിച്ച് പോകും. ഈ ടേസ്റ്റാണ് നമുക്ക് ലയിക്കുക. കുറച്ച് മല്ലിയിലും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലിടണമെങ്കിൽ ഇടാം. അതൊന്നും നമ്മുടെ റൈസിൽ നമ്മൾ വെന്ത് വരുമ്പോൾ ഇതൊന്നും കാണില്ല. ഇപ്പോൾ മൂത്തൊന്നും. ഇനി നമുക്കിതിൽ വേണ്ട എടുത്ത അതേ പാത്രത്തിൻ്റെ അളവിൽ, അരിയുടെ അളവിൽ 2 പാത്രം വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടില്ല. നമ്മൾ എടുത്ത് 1:2 ആണ്. അത് തെറ്റരുത്. എടുക്കുന്ന ഏത് പാത്രമാണ് ആ അളവിൽ തന്നെ അതേ പാത്രത്തിൻ്റെ അളവിൽ, അരിയുടെ അളവിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു. പിന്നെ പാകത്തിന് ഉപ്പിട്ട് ഇളക്കി നോക്കി. ഇനി നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീരാണത്. ഞാൻ സ്പൂണിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അത് കുരു കളഞ്ഞിട്ട് നാരങ്ങ നീര് എടുക്കുമ്പോൾ ഇങ്ങനെ 2 ടീസ്പൂണിൽ കുറയാതെ കിട്ടും. അപ്പോൾ അതും കൂടി ചേർക്കുക. ഉപ്പ് നമ്മുടെ പാകത്തിന് ചേർക്കുക. ഉപ്പ് കുറച്ച് മേലെ നിൽക്കണം കേട്ടോ. ഈ റൈസ് ഇത്രയും വെന്ത് വരുമ്പോൾ ഉപ്മാവിൻ്റെ അളവിൽ മുകളിൽ. അപ്പോൾ അത് ഇങ്ങനെ അത് തിളയ്ക്കാൻ വേണ്ടി നല്ല ഫ്ലെയിമിലിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ അരി വാല വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കും. അരി നല്ലപോലെ കഴുകണം കേട്ടോ. ഒരു 4 പ്രാവശ്യത്തിൽ കുറയാതെ കഴുകി ഇട്ട് വേണം നമുക്ക് വാല വയ്ക്കാൻ. അപ്പോൾ തിളച്ച് വന്നു. തിളയ്ക്കുമ്പോൾ അരി ഇളക്കി കൊടുക്കുക. അടിയിൽ ഒന്നിച്ച് പോയി കട്ട പിടിക്കാതിരിക്കുക. ഇളക്കി കൊടുത്തു. ഇനി അരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ, നിങ്ങൾക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിക്കാം. ഓയിൽ കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അന്ന് പരത്തി വെള്ളം വറ്റി വന്നു. ഇനി നമുക്ക് ആ വറ്റി വരുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇങ്ങനെ വടിച്ച് കൊടുത്ത് ഡ്രൈ ആക്കി. ഇനി ഞാൻ വെയിറ്റ് ഇട്ടിട്ട് നമുക്കൊരു 7 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചിട്ട് സിമ്മിൽ കുക്ക് ചെയ്യണേ, ഇട്ടരുത്. സിം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസിൽ വന്നു. അതോട് കൂടിയിട്ട് തന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ദം റൈസ് റെഡിയായി. ഇനി ഇപ്പോൾ റൈസ് കണ്ട നല്ല അടിപൊളി റൈസായിട്ടാണ് വന്നത്. കണ്ട ഒരു അരി പോലും ഒട്ടി പിടിച്ചിട്ടില്ല. നല്ല പൂ പോലത്തെ റൈസാണ്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ആ റൈസിന് തന്നെ ഒരു നല്ല മണം. ഇനി നമ്മുടെ ചിക്കൻ ഗ്രേവി നമ്മുടെ ഈ റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ബിരിയാണി. കണ്ട ഗ്രേവിയും കൂടി ഈ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ദം ബിരിയാണിയുടെ അതേ ടേസ്റ്റ് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാനിത് ഒരു പ്ലേറ്റ് എടുത്തോട്ടെ കേട്ടോ. ഇപ്പം ഞാനിത് അടച്ച് തുറന്നേ ഉള്ളൂ. എനിക്ക് മണം നല്ല മണം. അപ്പോൾ ഞാനിത് തുറന്നിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ റൈസും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് ചേർത്തിട്ട് നമ്മുടെ റൈസിൽ മിക്സ് ചെയ്യണം. കുറച്ച് ഇതിൻ്റെ ഗ്രേവി എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതെങ്ങനെ എടുത്ത് ഗാർണിഷ് ചെയ്തില്ലെങ്കിൽ സൂപ്പർ ബിരിയാണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നന്നായിട്ട് വളരെ ഹെൽത്തിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ. ഇനി അടുത്ത നല്ലൊരു ബിരിയാണി വിഭവമായിട്ട് വീണ്ടും ഞാൻ വരും. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം.